ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ലൈവ് വീഡിയോയിൽ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ അത് റീകണക്റ്റ് ആയി. എല്ലാവർക്കും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ലൈവിൽ തന്നെ പറഞ്ഞായിരുന്നു അത് വീഡിയോ ചെയ്തിട്ട് ഇതിലോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന്, അതായത് നമ്മളുടെ യൂട്യൂബ് ചാനലിലോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ചെയ്യാൻ പോകുന്നത് ഈ പിക്ചറാണ്. അതായത് നമ്മളുടെ ദേശീയ പതാകയുടെ അതേ കളറുകൾ വെച്ചുള്ള കുറച്ച് സിമ്പിൾ പിക്ചേഴ്സാണ് കളർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിനോടൊപ്പം തന്നെ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. തുടങ്ങിയാണ് കേട്ടോ. നേരത്തെ എടുത്ത കളറ് കണ്ടോ? എൻ്റെ കയ്യിൽ റെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓറഞ്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ യെല്ലോയും റെഡും കൂടെ മിക്സ് ചെയ്ത് ഓറഞ്ചാക്കി എന്നിട്ടാണ് കളർ എടുത്തത്. എന്നിട്ട് ഇത് ഇങ്ങനെയാണ് കളറ് കൊടുത്തത്. അതായത് കളർ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ബ്രഷ് ഇങ്ങനെ വെച്ച് വിടണം. ഞാൻ കുറച്ച് സ്പീഡ് ചെയ്യാം അല്ലേ? സ്പീഡ് ചെയ്ത് വിടാം. ഇവിടെയും ഞാനിങ്ങനെ കളർ കൊടുക്കുകയാണ്. അപ്പോൾ എവിടെയൊക്കെ ഓറഞ്ച് കളർ കൊടുക്കുന്നോ അവിടെ എല്ലാം ഇപ്പോഴും ഓറഞ്ച് കളർ കൊടുത്ത് തീർക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുകയാണ്. ഉണ്ടോ? ഇങ്ങനെ കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുകയാണ്. നമ്മളുടെ സൺലൈറ്റ് അടിക്കുന്നതിനനുസരിച്ച് പല സ്ഥലത്തും പല കളർ എഫക്റ്റുകളാണ് ഒരേ കളറായാലും വരുന്നത് അല്ലേ? അതുപോലെ ഇവിടെയും നമ്മൾ അങ്ങനെ പല സ്ഥലത്തായിട്ടാണ് വരുന്നത് പല കളറുകൾ. അപ്പോൾ ഒരിക്കൽ ചെയ്ത കളറിൻ്റെ പുറത്തുകൂടെ ഒന്നും കൂടെ അടിച്ചു കൊടുത്താലേ വാട്ടർ കളറിൽ കറക്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്തത്. ഇനി ഗ്രീൻ കളർ എടുത്തു. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഗ്രീൻ കളറ് അപ്ലൈ ചെയ്യാണ്. ഇതുപോലെ നടുക്ക് വൈറ്റ് വിടുകയാണ്. നമ്മൾ ആ പതാകയുടെ ആ കളറ് ഫോളോ ചെയ്യാണ് കേട്ടോ. ഇതെല്ലാം ഒരു ഇമാജിനേഷനാണ് കേട്ടോ. നമ്മളെല്ലാം ഒരു ഇമാജിനറി പിക്ചേഴ്സാണല്ലോ അപ്പോൾ ഇതിൽ ചെയ്യുന്നത്. നമ്മളുടെ ലൈവ് സെക്ഷനിലെ ദേശീയ പതാക വരയ്ക്കുന്നത് പഠിപ്പിച്ചായിരുന്നു. അത് എല്ലാവരും ഒന്ന് പോയി കാണണം, അത് വരയ്ക്കണം കേട്ടോ. ലൈവ് സെക്ഷൻ കയറി നോക്കിയാൽ മതി. ഇനി ഇവിടെയും ഞാൻ അതേ കളർ തന്നെ അപ്ലൈ ചെയ്യാണ്. ഇവിടെ ആ കളർ എടുത്തത് കൊണ്ട് അതങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കഴുകിയാൽ മതിയല്ലോ, നമുക്കും അത് എളുപ്പമായിരിക്കും. സാധാരണ ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ഒരു കളർ എടുത്തു കഴിഞ്ഞാൽ ആ കളർ മൊത്തത്തിൽ അങ്ങ് ചെയ്ത് തീർത്തിട്ട് അടുത്ത കളർ എടുക്കാറുള്ളൂ. അത് നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ആ ബ്രഷ് വാഷ് ചെയ്യുന്നതിനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ആ ഒരു മെത്തേഡ് ഈ പിക്ചറിൽ ഞാൻ കാണിക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പേപ്പർ ഇങ്ങനെ മാറ്റിയൊക്കെ തിരിച്ചൊക്കെ വച്ചു കൊടുക്കാം.
കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ ഇവിടെ ഗ്രീൻ കളറാണ്, മൊത്തത്തിൽ ഗ്രീൻ കൊടുക്കുന്നില്ല, സൈഡിൽ ഓറഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ഗ്രീൻ എവിടെയൊക്കെ കൊടുക്കുന്നോ അവിടെയെല്ലാം കൊടുത്ത് തീർത്തിട്ടാണ് അടുത്ത കളറിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഗ്രീൻ എടുക്കണം. ആ ഗ്രീൻ ഞാൻ വീണ്ടും എടുത്തു. ഉണ്ടോ? ഇനി ഞാൻ ഓറഞ്ച് കളറ് എടുക്കുകയാണ്. ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ച് കളറ് ഞാൻ എടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് കളർ നേരിട്ട് എടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം. എൻ്റെ കളർ ബോക്സിൽ നിന്ന് നോക്കിയപ്പോൾ 2 ഓറഞ്ച് കളർ ഇരിക്കുന്നു, റെഡ് കളർ വെച്ച് 2 റെഡ് കളർ ഇരിക്കുന്നു, ഓറഞ്ച് കളർ വെച്ചിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റാണ് കേട്ടോ. 2 റെഡ് കളർ വെച്ചിട്ടുണ്ട്, ഓറഞ്ച് കളർ വെച്ചിട്ടില്ല. അപ്പോൾ എന്തോ ചെയ്യും? പിന്നെ ഞാൻ റെഡ് കളറിൻ്റെ കൂടെ യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്താണ് ഇത് ഓറഞ്ച് കളർ ആക്കിയത്. ഇത് നല്ലതായിട്ട് വീണ്ടും റെഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് യെല്ലോ കുറച്ചുകൂടി അപ്ലൈ ചെയ്യാണ് കേട്ടോ. യെല്ലോ കളറ് കുറച്ചുകൂടെ അപ്ലൈ ചെയ്യാണ്, അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഓറഞ്ച് ആവത്തില്ല. എൻ്റെ ആദ്യമേ തന്നെ എടുത്തു വച്ചിരുന്ന കുറച്ച് യെല്ലോ കളർ എടുത്തിട്ട് അത് വീണ്ടും ഞാൻ അതിന് ഓറഞ്ചാക്കി എടുത്തു. ഇപ്പോൾ കളർ എല്ലാ സ്ഥലത്തും ഒരുപോലെ അല്ലല്ലോ വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഒരേ കളറാണെങ്കിൽ പോലും സൺലൈറ്റിൽ അടിക്കുന്നതിനനുസരിച്ച് കളറിൻ്റെ എഫക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും. അങ്ങനെ വരച്ചാൽ മാത്രമേ പടം ഒറിജിനലായിട്ട് തോന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പല തരത്തിലുള്ള കളറുകൾ കാണുന്ന രീതിയിൽ, അതായത് ലൈറ്റും ഷെയ്ഡും ഒക്കെ ഇതിനകത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ പിക്ചർ വരയ്ക്കേണ്ടത്. ഇപ്പം ഒരു ഡ്രോയിങ് കോമ്പറ്റീഷന് പോയാലും, അതല്ല ഡ്രോയിങ്ങിൻ്റെ ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ടെങ്കിലും, അല്ല വെറുതെ വീട്ടിൽ ഇരുന്ന് വരയ്ക്കുന്നതായാലും ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം ഫോളോ ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒറിജിനൽ പിക്ചറായിട്ട് വരച്ച് അതിനെ റെഡിയാക്കി എടുക്കാൻ സാധിക്കത്തില്ല. ഉണ്ടോ? ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരച്ചു. ഇനി ഞാൻ വീണ്ടും ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് ഗ്രീനും ഡാർക്ക് റെഡും ഈക്വലായിട്ട് മിക്സ് ചെയ്തപ്പം ബ്ലാക്ക് കിട്ടിയല്ലോ. ആ ബ്ലാക്ക് കളർ എടുത്തു. ബ്ലാക്ക് കളർ എടുത്തിട്ട് ഒരു സൈഡിൽ നമ്മളിങ്ങനെ ഷാഡോ കൊടുക്കുകയാണ്. ഇങ്ങനെയാണ്, എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടില്ല. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവിടെയും കൊടുത്തു, അങ്ങ് വിട്ടു. ഇങ്ങനെ ഒരു സൈഡിൽ. ഇപ്പം നമ്മളൊരു ഇമാജിനറി പിക്ചർ ആണെങ്കിൽ പോലും അതിന് ലൈറ്റ് ഷെയ്ഡും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ പിക്ചർ ക്ലിയറായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ലൈറ്റ് ഷെയ്ഡൊക്കെ വളരെ ക്ലിയറായിട്ട് തന്നെ കൊടുക്കുക. ലൈറ്റ് ഷെയ്ഡിലാണ് നമ്മളുടെ പിക്ചറിൻ്റെ ക്ലാരിറ്റി ഇരിക്കുന്നത്. ഉണ്ടോ? ഇനി ഒന്നും കൂടി എടുത്തു. നമ്മൾ ആദ്യം ചെയ്തു വെച്ച പിക്ചറിൽ വീണ്ടും ഇതിലെവിടെയാണോ നമ്മൾ ഷാഡോ കൊടുത്തത് അതുപോലെ തന്നെ ഇതിലും കൊടുക്കണം. ആ സൈഡ് മാറിപ്പോകരുത്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്ന മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളിതിനകത്ത് മെസ്സേജ് അയച്ച് ചോദിക്കുക. അതല്ല, ഈ പിക്ചർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് നിങ്ങളെ മെസ്സേജിലൂടെ എന്നെ അറിയിക്കണം. ഇനി വേറെ ഏത് പിക്ചറാണ് ഞാൻ വരച്ച് പഠിപ്പിക്കേണ്ടത്, അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ മെസ്സേജ് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അത് തീർച്ചയായിട്ടും മെസ്സേജുകൾ അയക്കണം.
ഇനി ഞാൻ ദാ ഇവിടെ ആ ഒരു റൗണ്ട് കറക്റ്റ് ചെയ്യാണ്. ഇനി വീണ്ടും ഞാൻ ഓറഞ്ച് കളർ എടുക്കുകയാണ്. ഓറഞ്ച് കളർ എടുത്തിട്ട് നമ്മളുടെ ഇതിൻ്റെ ഇലയിൽ ആ ഓറഞ്ച് കളർ അപ്ലൈ ചെയ്യാണ്. ഉണ്ടോ? ഇനി ഇതാ ഇവിടെ നിന്നും അപ്ലൈ ചെയ്യാണ്. തീരെ ലൈറ്റായിപ്പോയി, അതുകൊണ്ട് അതൊന്നും കൂടി കൊടുക്കുകയാണ്. ഉണ്ടോ? ഇനി വീണ്ടും നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വച്ചിട്ടുള്ള കളറ് എടുക്കുകയാണ്. അതെടുത്തിട്ട് ഇങ്ങനെ വീണ്ടും അപ്ലൈ ചെയ്യാണ്. ഒരു സൈഡിലേക്ക് കൊടുത്തിട്ടുള്ള, ഇവിടെ 2 സൈഡിലും കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സൈഡ് മതിയെന്ന്. അപ്പോൾ ഞാൻ ഒരു സൈഡേ കൊടുത്തിട്ടുള്ളൂ, ഇവിടെയും കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ചെടിയുടെ തണ്ടിൽ, ഇതിൻ്റെ തണ്ടിൽ കളർ കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് ഇതിൽ നമ്മൾ ഈ ചെടിയുടെ പൂവിന് കളർ കൊടുത്തതുപോലെ തന്നെ റെഡ്, വൈറ്റ്, ഓറഞ്ച് എന്നിങ്ങനെ കൊടുക്കുകയാണ്. ഇവിടെ വൈറ്റിന് പേപ്പർ വൈറ്റായിട്ട് വിട്ടാൽ മതി. അവിടെ നമുക്ക് ബ്രൗൺ കൊണ്ട് ഷാഡോ കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ കുറച്ച് സ്ഥലമേ വൈറ്റ് വരുന്നുള്ളൂ. അത് ഞാൻ വരച്ചപ്പോഴേ അത് ശ്രദ്ധിച്ചില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ബ്ലാക്ക് കളർ എടുത്തു. ബ്ലാക്ക് അല്ല, ബ്ലാക്ക് മിക്സ് ചെയ്ത് വെച്ചതാണ് എടുക്കേണ്ടത്. ഇത് ചെയ്തു. അപ്പം എൻ്റെ ഒപ്പം നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടാം. അതല്ല കുറച്ച് സമയം കൂടുതലെടുത്തെങ്കിൽ അതും മെസ്സേജ് ഇടാം. ഇനിയിപ്പോഴ് ഞാൻ ഒന്നും കൂടി കാണിക്കുകയാണ്. ആദ്യം വരച്ച പിക്ചറിൽ ഇപ്പം അത് ലൈറ്റായിട്ട് നിൽക്കുകയാണ്. കുറച്ച് ലൈറ്റ് ഷെയ്ഡും കൂടി ഒക്കെ കാണിക്കണം. അപ്പോൾ ഞാൻ വീണ്ടും കളർ മിക്സ് ചെയ്തെടുത്തു. അത് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കളർ വ്യത്യാസത്തിൽ കാണിക്കുകയാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും വേണ്ട, കുറച്ച് സ്ഥലങ്ങളിൽ ആ ഒരു കളറൊക്കെ മാറി വരണം. അങ്ങനെ ആയാലേ ഒറിജിനലായിട്ട് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ വരച്ചുകൊണ്ട് വരുന്നതിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിൽ കുറച്ച് കളർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയത് ഇപ്പോൾ ഇവിടെ മാറിയില്ലേ, അത് കണ്ടാൽ ഉടനെ തന്നെ അതിനെ നമ്മൾ അയ്യോ മാറിപ്പോയല്ലോ എന്ന് വിചാരിക്കാതെ അപ്പോഴേ തന്നെ അതിനെ അങ്ങ് ക്ലിയർ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് കാണിച്ചു തരാം അങ്ങനെ മാറിപ്പോയാൽ എങ്ങനെ ചെയ്യണമെന്നുള്ള. പിന്നെ ഞാൻ ചെയ്ത് വന്നപ്പോഴത് ഇങ്ങനെ കുറച്ച് കളറങ്ങ് ആയിപ്പോയെങ്കിൽ എന്ത് ചെയ്യണം, ഉടനെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ഇങ്ങനെ ചെയ്യണമെന്നല്ല കേട്ടോ, ഇത് ചെയ്യണമെന്നല്ല. അഥവാ ആയിപ്പോയാൽ നമ്മൾ കോമ്പറ്റീഷനൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ല, സാധാ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിച്ചാൽ ഇങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യണം. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ വശങ്ങളും പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ട് അത് പറയുന്നത്. ഇനി ഇതിലും ഞാൻ കുറച്ച് ഡാർക്ക് ഷാഡോ കൊടുക്കുകയാണ്. ഇപ്പം വാട്ടർ കളർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ
ഏറ്റവും സൂപ്പറായിട്ട് ചെയ്യാനൊക്കുന്ന ഒരു മെറ്റീരിയലാണ് വാട്ടർ കളർ. ഉണ്ടോ? ഉണ്ടോ? സൂപ്പറായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ചെയ്തോ? ഈ പിക്ചർ എല്ലാവരും ചെയ്തോ? ചെയ്തെങ്കിൽ മെസ്സേജ് ഇടുക. ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് മെസ്സേജ് ഇടുക. നമുക്ക് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.